നമുക്ക് സ്റ്റൗ പോലും കത്തിച്ച് അടുപ്പേ പോലും വെക്കാതെ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നല്ല ഒരു മൂന്നെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. നല്ല നാടൻ മാങ്ങ കിട്ടി. അതിൻ്റെ തൊലി അങ്ങ് കളഞ്ഞെടുക്കുക കേട്ടോ. തൊലി കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി കടുക് അരിച്ചതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് ചതച്ചിടുക. 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ, കാരണം നമ്മളിത് അടുപ്പേ വയ്ക്കുന്നില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട്, പിന്നെ കായം മസ്റ്റാട്ടോ. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ ഒരല്പം കായത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതാട്ടോ. അപ്പോൾ ഇത്തിരി കായവും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടുക. എന്നിട്ട് മധുരത്തിന് നമ്മളൊരു ചെറിയൊരു സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ഇത്തിരി ശർക്കരയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പുളിശ്ശേരിക്കകത്ത് ഇടുമല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഞെരടിയെടുക്കുക കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെ ആ പച്ചമുളകും ഉള്ളിയൊന്നും ഇടേണ്ട കേസൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ വെറുതെ അതൊന്ന് കടിക്കാനായിട്ട് ഇട്ടാൽ കേട്ടോ. ഒന്ന് ഞെരടുക. എന്നിട്ട് നല്ല കട്ട കെട്ടാത്ത നല്ല കട്ടി തൈര് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കുക. നമ്മുടെ സൂപ്പർ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കറിവേപ്പില വേണമെങ്കിൽ ഇടാം, മൂപ്പിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇടാത്ത കേട്ടോ. ഞാൻ ഒരു എളുപ്പപ്പണിക്ക് ചെയ്തതാണേ. അപ്പോൾ ഇത് ഇത്രയൊന്നും മെനക്കെടാതെ ചുമ്മാ നമുക്ക് ചൂട് ചോറുകയാണെങ്കിൽ കൊണ്ടേൽ മാമ്പഴ ഇതിൻ്റെ തൊലി കളഞ്ഞ് ചോറിൻ്റെ അകത്തോട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ചുമ്മാ തിരുമ്മിയിട്ട് പണ്ട് കഞ്ഞി കുടിക്കുമായിരുന്നു കേട്ടോ. ചോറുണ്ണുമായിരുന്നു പഴയ തറവാട്ടിലുള്ള ആൾക്കാരൊക്കെ, കാരണവന്മാർ. അത്രയും ടേസ്റ്റായി നാടൻ മാങ്ങയ്ക്ക്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് നിറയെ ചോറിനാൻ ഇത് മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല കട്ടത്തൈര് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പം ഞാനാണെങ്കിൽ മാങ്ങ ആകെ ആ മാവിൻ്റെ ചോട്ടിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാവുന്നിടത്ത് 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെയുള്ളത് മുഴുവൻ കൂർമുള്ളിൻ്റെ അകത്ത് വീഴും കേട്ടോ. നമ്മുടെ അല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കേട്ടോ. അപ്പോൾ ഒരുപാട് കൂർമുള്ളും പാമ്പിൻ്റെ പൊത്തൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയും റിസ്ക് എടുത്ത് ബാക്കിയും കൂടെ തപ്പിയെടുക്കുന്ന കേട്ടോ. പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ കാണുമ്പോൾ തന്നെ ഇച്ചിരി പേടിയാവുന്നൊരു സ്ഥലം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ്. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം കഴിക്കണം കേട്ടോ. അതുമല്ല കതി പോലും കത്തിക്കാതെ ഉണ്ടാക്കുന്നില്ല. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം എനിക്ക് അന്നേരം വേറെ ക്ഷമയൊന്നുമില്ല കേട്ടോ. അപ്പോൾ വേറെ കറികളൊന്നും എനിക്ക് വേണ്ട. ഇത് തന്നെ വാരി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അത്ര നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് സ്റ്റൗ ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. മസ്റ്റായിട്ട് വേണ്ടത് കായം വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കായം നന്നായിട്ട് ഈ അച്ചാറിൻ്റെ അകത്ത് ഇടുന്ന പോലെ കായം നല്ല അടിപൊളിയായിട്ട് വേണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഈ കറിക്ക് ഭയങ്കര രുചി നൽകും കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്തതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ഇതിൻ്റെ ഒപ്പമല്ല, ഇത് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ പച്ചമാങ്ങ, അതും നാടൻ മാങ്ങ കേട്ടോ. ഉപ്പിലിടാനായിട്ട് കുറേ മാങ്ങ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൊണ്ടൊന്ന് അച്ചാറിടാം. അതും നമ്മൾ സ്റ്റൗ ഒന്നും കത്തിക്കുന്നില്ല കേട്ടോ. ഈ നാടൻ മാങ്ങ കനം കുറവല്ലേ, അപ്പോൾ അത് തീരെ പൊടിയായിട്ട് അരിയരുത് കേട്ടോ. ഇച്ചിരി വലുപ്പമുള്ളതായിട്ട് അരിഞ്ഞിട്ട് കല്ലുപ്പും ഇട്ട് ഒരു ഭരണിക്കകത്തിട്ടങ്ങ് 2 ദിവസത്തിനായിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പം ഈ ഫ്ലഷി ആയിട്ടുള്ള ഒത്തിരി കൂടുതൽ ഫ്ലഷായിട്ടുള്ള മാങ്ങയാണെങ്കിൽ ഒരു 3-4 ദിവസം ഇരിക്കട്ടെ, എന്നാലേ അതിൻ്റെ വെള്ളം ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നാടൻ മാങ്ങയ്ക്കകത്ത് വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു 2 ദിവസം വെച്ചിരുന്ന് കഴിഞ്ഞാൽ മാക്സിമം അതി കൂടുതൽ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല, കാരണം അതിൻ്റെ അധികം വാട്ടർ കണ്ടൻറ്റ് ഇല്ലല്ലോ. 2 ദിവസം അങ്ങനെ ഇരുന്ന് മൂടി അടച്ച് വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് 3-ാം ദിവസമോ വെള്ളം ആവശ്യത്തിന് ഇറങ്ങി കഴിയുമ്പം ഈ സാധനം എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഇത് നല്ല കല്ലുപോലെ ആയിട്ടോ ഇരിക്കുന്നത്. ഇത് അലുത്തു പോകുമൊന്നുമില്ല. അതിൻ്റെ വെള്ളമയം എല്ലാം ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് സംഭവിക്കും കേട്ടോ. അപ്പോൾ ഇത് പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകരുത്, നല്ല ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നല്ല അലുത്തു പോകാതെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് ഇട്ടങ്ങ് തട്ടുക കേട്ടോ. അതിൻ്റെ വെള്ളം സഹിതം കിട്ടുക, അല്ലാതെ വെള്ളമോ അല്ല കഷ്ണം സെപ്പറേറ്റ് ആക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് എടുത്ത് നന്നായിട്ട് എടുക്കുക. അപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് ഇതിനിടുന്ന മസാലയ്ക്ക് വേണ്ടി മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പം ആവശ്യത്തിന് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. അടുപ്പിലൊന്നും വെക്കണ്ട കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നു, ആവശ്യത്തിന് മുളക് പൊടി. അപ്പം എരിവ് വേണ്ടവർക്ക്
കാശ്മീരി ചില്ലി അല്ലാത്ത നാടൻ മുളക് കൂടെ ചേർന്ന് ഇടാം. ഞാൻ കാശ്മീരി ചില്ലി മാത്രമാണ് ഇട്ടേക്കുന്നത് കേട്ടോ, കാരണം അതുകൊണ്ട് നല്ല കളറും കിട്ടും, അത്യാവശ്യത്തിന് എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അല്ലെ കാന്താരി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അന്നേരമാവും ഉപ്പിക്കിടന്ന് ആവശ്യത്തിനായിക്കോളൂല്ലോ. അപ്പോൾ ഈ ഇടുന്ന മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ ഞാൻ ഈ അച്ചാർ ഈ മാങ്ങയൊക്കെ ഒരുപാടുള്ള സമയമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉലുവയും നമ്മുടെ കടുകൂടെ വറുത്ത് പൊടിച്ച് സാധനം ഞാൻ നല്ല ചില്ലിഭരണിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടൊരു കുറച്ച് എടുത്ത് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കായപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതോറും ഇതിൻ്റെ അകത്ത് ജലാംശം ഉണ്ടല്ലോ, കുറച്ചുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇളക്കി അത് സെറ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഉപ്പോ അല്ലെങ്കിൽ കായത്തിൻ്റെ കുറവുണ്ട് കായമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഓക്കെ ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ട് വെച്ച ഭരണിക്കകത്ത് തന്നെ, വേറെ ഭരണി വേണ്ട, ആ ഭരണിക്കകത്ത് തന്നെ നന്നായിട്ടിട്ട് അടച്ചു വയ്ക്കുക ഒരു 2 ദിവസം. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്താൽ മതി. ശരിക്കും ആ കഷ്ണത്തേലോട്ടൊക്കെ ആ കായവും നമ്മുടെ ഉലുവ പൊടിച്ചതും എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ ഒക്കെ ടേസ്റ്റും നല്ല ഉപ്പും ഈ നാടൻ മാങ്ങയായതുകൊണ്ട് നല്ല പുളിയാട്ടോ. അതല്ല പുളിവെള്ളം കളഞ്ഞുമില്ലല്ലോ, അതിൻ്റെ അകത്താണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് സ്റ്റൗ പോലും കത്തിക്കാതെ ഈ അച്ചാർ എത്ര സമയണേലും കേടായിക്കൊണ്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലി എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് വയ്ക്കേണ്ട, കാരണം നമ്മൾ വെളിയിൽ നിന്ന് ഡെയിലി എടുത്ത് ഇത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കേടാവത്തുമില്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് ഏത് അച്ചാർ വെച്ചാലും ആ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കുക. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടനേലും അച്ചാർ എടുത്തു കഴിഞ്ഞാൽ അച്ചാർ കേടാകാതെ ഇരുന്നോളും. അതുപോലെ ഇതിൻ്റെ വെള്ളമൊന്നും ജലാംശമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം